അടുത്ത് നമ്മൾ പറയാൻ പോണത് 2.1 പാർസിവൽസ് ഐഡൻറ്റിറ്റി. എന്താണ് പാർസിവൽസ് ഐഡൻറ്റിറ്റി നോക്കാം. തിയറം 2.1.12. Let i greater than or equal to 1 be an orthonormal system. എന്തായിരുന്നു ഓർത്തോനോമൽ സിസ്റ്റം? ആ ഇഐസ് എന്തായിട്ട് വരിക? ഇഐസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്തോഗണലും ആയിരിക്കുക, ഓർത്തോ നോർമലായിരിക്കുകയും ചെയ്യുക, അല്ലേ? ഓക്കെ. ദെൻ EI is a basis in H if and only if for all x element of H norm x square equal to summation I greater than or equal to 1 to infinity modulus of inner product xei square. അതായത് നോം എക്സ് സ്ക്വയർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഗ്രേറ്റർ ഈക്വൽ ടു 1 മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വാലിറ്റി ആണെന്നുള്ളതാണ് എന്ത് നമ്മുടെ ബെസൽസ് ഇൻഇക്വാലിറ്റി പഠിച്ച ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന് പകരം ഈക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്ന കേസ് പറയാനാണ് എന്ത് നമ്മുടെ പാർസിവൽസ് ഐഡൻറ്റിറ്റി. ഓക്കെ. സോ രണ്ട് സൈഡും കാണിക്കണം. ഈക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബേസിസ് ആണെന്നും ബേസിസ് ആണെങ്കിൽ ഈക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നുള്ളതും കാണിക്കണം. അപ്പോൾ വിചാരിക്കണം എന്ത്? സപ്പോസ് ദാറ്റ് ഇഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഗ്രേറ്റർ ഈക്വൽ ടു 1 ഇന്നപ്പോൾ എക്സ് ചെയ്യുക ഈ എക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ എന്താ പറയാൻ പറ്റും? ദെൻ നോം എക്സ് സ്ക്വയർ ഈക്വൽ എന്താ പറയുക? സമ്മേഷൻ ഐ ഗ്രേറ്റർ ഈക്വൽ ടു 1 ഇന്നപ്പോൾ എക്സ് ചെയ്യുക ഹോൾ സ്ക്വയർ. എന്തുകൊണ്ടാണ്? ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തന്നിരിക്കുന്ന ആളിനെ എന്താ ഓർത്തോനോമൽ സെറ്റാണെന്ന് എടുത്തിട്ടുണ്ട്. ഓർത്തോനോമൽ സെറ്റ് ആണെങ്കിൽ ബേസിസ് ആണ്. ഓർത്തോനോമൽ ബേസിസ് ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഏത് എക്സിനെയും സമ്മേഷൻ ഐ ഗ്രേറ്റർ ഈക്വൽ ടു 1 ഇന്നപ്പോൾ എക്സ് ചെയ്യുക ഇ ചെയ്തുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാം, അല്ലേ? നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് കാണിക്കേണ്ടത്? നോം എക്സ് സ്ക്വയർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഗ്രേറ്റർ ഈക്വൽ ടു 1 മോഡുലസ് ഓഫ് ഇന്നപ്പോൾ എക്സ് ഐ സ്ക്വയർ ആണ് കാണിക്കണം. ഓക്കെ. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് ഹോൾ സ്ക്വയർ ആണ് ആര്? നോം എക്സ്, അല്ലേ? ഓക്കെ. അപ്പോൾ സോറി അതല്ല, എങ്ങനെയാണ്? ഇന്നർ പ്രൊഡക്റ്റ് നോം എക്സ് ഈക്വൽ ടു സ്ക്വയർ ആണ് ആര്? ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ്, അല്ലേ? കാരണം ഇന്നപ്പോൾ നോം എക്സ് ഈക്വൽ ടു ഇന്നപ്പോൾ എക്സ് എക്സ് ഹോൾ പവർ 1/2 ആണ്, അല്ലേ? പക്ഷേ എക്സ് ഈക്വൽ ടു ആരാന്ന് അറിയാം? എക്സ് ഈക്വൽ ടു ആരാ? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ആണെന്നറിയാം. അപ്പോൾ എന്താ വരിക? ഇതെന്ന് പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റിനകത്ത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ കോമ സമ്മേഷൻ സമ്മേഷൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ കോമ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ. ഈ സമ്മേഷനകത്ത് ഇൻഫിനിറ്റി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സാധാരണ പോലെ ലീനിയാരിറ്റി ചെയ്യാൻ പാടില്ല. കാരണം ഇൻഫിനിറ്റിക്ക് ലീനിയാരിറ്റി പറഞ്ഞിട്ടില്ല. ഫൈനൽ കേസിലാണ് ലീനിയാരിറ്റി ഉള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആ ഇൻഫൈനൈറ്റ് സിറ്റുവേഷനെ അവിടെ ലിമിറ്റ് പോലെ ആക്കിയിട്ട് ഇതിൻ്റെ ലിമിറ്റിനെ എന്ത് ചെയ്തെടുത്തിട്ട് പുറത്തെടുക്കാം. കാരണം എന്താ? ബൈ ഇൻ്റർചേഞ്ചിങ് ദ ലിമിറ്റ്സ്, അല്ലേ? കാരണം നമുക്ക് എന്തുണ്ട്? ബൈ ഇന്നർ പ്രൊഡക്റ്റ് എന്താണെന്നറിയാം? കണ്ടിന്യൂസ് ആണെന്നറിയാം. അതുകൊണ്ട് ഇതിനെങ്ങനെ മാറ്റാം? ഈ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റിനെ എങ്ങനെ മാറ്റുക? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ടു n എന്നുള്ള രീതിയിൽ മാറ്റുക. അത് മൊത്തത്തിൽ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ എന്തായി മാറും? വെറുതെ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ കോമ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ടു n അതുകൂടി സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ടു n ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ആയി മാറും. അതെന്തായി മാറും? സമ്മേഷൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക് കുഴപ്പമില്ല. ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ടു
ഈക്വൽ ടു എന്താ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എന്തായി മാറും ഇന്നപ്പോഴും എക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് അല്ലേ. എന്താണ്ടാവുക ഇവിടുത്തെ എക്സ് ഇ ഐ എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ പുറത്ത് വരും. ഇവിടുത്തെ എക്സ് ഇ ഐ എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ആയി പുറത്ത് വരും. ഇ ഐ ചെയ്യുമ്പോൾ എന്ത് വരും 1 വരും. ഈ എക്സ് ഇന്നപ്പോഴത്തെ എക്സ് ഇ ഐയുടെയും ഇന്നപ്പോഴത്തെ എക്സ് ഇ ഐ ബാറിൻ്റെയും കൂടി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് മോഡ് സെറ്റ് സ്ക്വയർ ആണ്. എന്നിട്ട് ഇന്നപ്പോഴത്തെ എക്സ് ഐ ഹിയർ ഹോൾ സ്ക്വയർ ആണ്. ലിമിറ്റ് ടെൻഡൻസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്ത് വരും ഓട്ടോമാറ്റിക്കലി സി ഈസ് ഈക്വൽ ടു എന്തായി മാറും സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ഇന്ന പ്രൊഡക്റ്റ് എക്സ് ഇ ഐയുടെ ഹോൾ സ്ക്വയർ ആയി മാറും. അല്ലെ നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യണം ഇൻഫിനിറ്റി കേസ് വരുമ്പോൾ ഇൻഫിനിറ്റി സിറ്റുവേഷനെ ലിമിറ്റ് ചെയ്തിട്ട് ഫൈനൈറ്റ് സിറ്റുവേഷനായിട്ട് കാണുക. എന്നിട്ട് ഇന്ന പ്രൊഡക്റ്റിനകത്ത് ആ ലിമിറ്റിനെ പുറത്തേക്ക് എടുക്കുക. എന്തുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഇന്ന പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലിമിറ്റ് എന്ത് ചെയ്യാൻ പറ്റും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. സോ എന്ത് പ്രൂവ് ചെയ്തു നമ്മൾ ഫസ്റ്റ് കേസ് പ്രൂവ് ചെയ്തു. ഇനി കോൺവേഴ്സ് എന്താ കാണിക്കേണ്ടത് കോൺവേഴ്സിൽ കാണിക്കേണ്ടത് ഈ ഇക്വാലിറ്റി പേഴ്സിവൽ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കാണിക്കണം നമുക്ക് പോസിബിൾ ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ എന്താണെന്ന് കാണിക്കേണ്ടത് ഈ ഇ ഐ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബേസിസ് ആണ് കാണിക്കണം അല്ലേ. അപ്പോൾ ഇത് ഈക്വൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ നോം എക്സ് സ്ക്വയർ ഓഫ് കോൺവേഴ്സ് വി ഹാവ് 2.1.7 എന്താ കാണിക്കണേ സമ്മേഷൻ നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താ നോം ഓഫ് എക്സ് മൈനസ് സമ്മേഷൻ ഈക്വൽ ടു 1 to n ഇന്നപ്പോഴത്തെ എക്സ് ഇ ഐയുടെ ഹോൾ സ്ക്വയർ എടുക്കണം. അത് ഈക്വൽ ടു എന്താ വരാൻ പോണേ ചെയ്താൽ കിട്ടാൻ പോണേ എന്താ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ ഈക്വൽ ടു 1 to n ഇന്നപ്പോഴത്തെ എക്സ് ഐ ഹോൾ സ്ക്വയർ. ഇത് ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. കാരണം എന്താ നമുക്കറിയാം നോം എക്സ് സ്ക്വയർ ഈക്വൽ എന്താണെന്ന് അറിയാം സമ്മേഷൻ ഐ ഗ്രേറ്റർ കൊണ്ട് നോം എക്സ് ഐ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താ ഈ ഉള്ളിലുള്ള ആൾ ഈ ആൾ 0ക്ക് പോകേണ്ടെന്ന് പറഞ്ഞ അർത്ഥം ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ അർത്ഥം ഈ സീരീസ് എവിടെ കൺവേർട്ട് ചെയ്യേണ്ടെന്ന് അർത്ഥം എക്സിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതെന്നാണ് അർത്ഥം. ഓക്കെ, പിന്നെ അപ്പോൾ എങ്ങനെയാണ് ഇനി എന്താ ചെയ്യാൻ അറിയേണ്ട ആവശ്യമുള്ളത് എങ്ങനെയാണ് ഇത് ഈക്വൽ എന്ത് വരണമെന്ന് അറിയണം ഇങ്ങനെ വരണമെന്ന് അറിയണം. അതിനെന്താ ആകെ വഴിയുള്ളത് ഒന്ന് എഴുതിയാലാണ് എന്ത് കിട്ടുക എങ്ങനെ അങ്ങനെ വരിക എന്നറിയാം. അത് പറഞ്ഞാൽ ആരാ ഇന്ന പ്രൊഡക്റ്റ് എക്സ് മൈനസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഇന്ന പ്രൊഡക്റ്റ് എക്സ് ഇ ഐ കോമ എക്സ് മൈനസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഇന്ന പ്രൊഡക്റ്റ് എക്സ് ഇ ഐ എന്താ ഉണ്ടാവുക ആദ്യത്തെ എക്സും കൂടി പോയിട്ട് ഇന്ന പ്രൊഡക്റ്റ് എക്സ് ആയി മാറും. പിന്നെ ഈ എക്സ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക ഈ എക്സ് ഈ ടേമിനോട് ചെയ്യുമ്പോൾ എക്സ് ഇ ഐ വരും അല്ലേ. ദാറ്റ് മീൻസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n രണ്ടാമത്തെ വേരിയബിൾ ഉണ്ടാവുക പുറത്തേക്ക് വരുമ്പോൾ കോൺജുഗേറ്റ് ആയി പുറത്ത് വരും. ദാറ്റ് മീൻസ് എന്ത് മാറും ഇന്ന പ്രൊഡക്റ്റ് എക്സ് ഇ ഐ സ്ക്വയർ ആയി മാറും. എക്സ് ഇ ഐ സ്ക്വയർ ആയി മാറും മൈനസ് എന്താ ഇനി ഈ ആൾ ഈ എക്സിനോട് ചെയ്യണം അല്ലേ. അപ്പോൾ എന്താ ഉണ്ടാവുക ഓട്ടോമാറ്റിക്കലി വീണ്ടും പുറത്ത് വരിക സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഇന്ന പ്രൊഡക്റ്റ് എക്സ് ഇ ഐ എക്സാണ് വരിക. ആ ഇ ഐ എക്സിനെ കോൺജുഗേറ്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ എക്സ് ഇ ഐ ആയി മാറും. ദാറ്റ് മീൻസ് എന്തായി മാറും അതായത് ഇവിടത്തെ പറഞ്ഞത് ഇ ഐയും ഇ ഐൻ്റെയും എക്സിൻ്റെയും കൂടി വരുന്ന സമയത്ത് എന്ത് വരും എക്സിൻ്റെ അപ്പുറത്ത് എക്സ് ഇ ഐ ഇൻറ്റു ഇ ഐ എക്സ് വരും. ആ ഇ ഐ എക്സിനെ മാറ്റി കോൺജുഗേറ്റ് ആക്കിയാൽ എക്സ് ഇ ഐ ബാറായി മാറും. അത് രണ്ടും കൂടി ഗുണിച്ചാൽ മാറും സമ്മേഷൻ വീണ്ടും നിങ്ങൾക്ക് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഇന്ന പ്രൊഡക്റ്റ് എക്സ് ഇ ഐ സ്ക്വയർ കിട്ടും. ഇനി ആരാ ബാക്കിയുള്ളത് നമ്മുടെ ഈ രണ്ട് ടേം ഈ ടേം സമ്മേഷൻ ഇൻറ്റു ഈ സമ്മേഷൻ ചെയ്താൽ ഫൈനൈറ്റ് ആയതുകൊണ്ട് ചെയ്തിട്ടുണ്ടാവും ഇ ഐ 1 ആയി പോവും. ബാക്കി എന്താ വരിക ഇന്നപ്പുറത്ത് എക്സ് ഇ ഐയുടെ ഇന്ന പ്രൊഡക്റ്റ് ഇൻറ്റു ഇന്നപ്പുറത്ത് എക്സ് ഇ ഐയുടെ ബാർ അല്ലേ. ദാറ്റ് മീൻസ് മോഡുലസ് ആയി മാറും. ദാറ്റ് മീൻസ് മൈനസ് എന്തായി മാറും പ്ലസ് ആയി മാറും. ദാറ്റ് മീൻസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഇന്ന പ്രൊഡക്റ്റ് എക്സ് ഇ ഐയുടെ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൽ ഒരെണ്ണം എന്തായി പോവും ക്യാൻസൽ ആയി പോകും. എന്ത് കിട്ടും അപ്പോൾ ഇന്ന പ്രൊഡക്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ നോം എക്സ് സ്ക്വയർ ആണ്. നോം എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ഇന്ന പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, സോ അപ്പോൾ ഇത് പ്രകാരം ഇയാളെ ഈക്വൽ ടു
ഇയാളാണ്. ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്ത് സംഭവിക്കും? ഇയാൾ എവിടേക്ക് പോകും? സീറോയ്ക്ക് പോകും. കാരണം എന്താ? ബൈ പാർസിവൽ ഐഡൻറ്റിറ്റി പ്രകാരം അല്ലേ? നമ്മുടെ അസംഷൻ അതാണ്. therefore എന്ത് കിട്ടും ഓട്ടോമാറ്റിക്? അപ്പോൾ ഈ എവിടേക്ക് പോകുന്നുണ്ട്? സീറോയ്ക്ക് പോകുന്നുണ്ട്. അതിനർത്ഥം സമ്മേഷൻ ഐ ഈക്വൽ ടു ഇൻഫിനിറ്റി ഇന്നപ്പോഴത്തെ എക്സ് ഇ എന്ന് പറഞ്ഞാൽ എവിടെ കൺവേർട്ട് ചെയ്യുന്ന അർത്ഥം? എക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന അർത്ഥം. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ എങ്ങനെ എഴുതാം? സമ്മേഷൻ ഐ ഗ്രേറ്റർ ഈക്വൽ ടു 1 ഇന്നപ്പോഴത്തെ എക്സ് ഇ ഐ. ഒരു റിമാർക്ക് എന്താ പറഞ്ഞിട്ടില്ല? നോട്ടീസ് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ വിച്ച് we used 2.1.7 is true for a single x in the sense that if for some x element of h we have 2.1.5 is true, then x equal to summation I greater than equal to 1 input x ei. ജസ്റ്റ് റിമാർക്ക് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ പ്രൂഫ് ചെയ്തപ്പോൾ 2.1.7 അല്ലേ എന്താ നോം ഓഫ് എക്സ് മൈനസ് സമ്മേഷൻ ഐ ഈക്വൽ ടു ഇന്നപ്പോഴത്തെ എക്സ് ഇ ഐ ടെൻസ് ടു 0 എന്നുള്ള രീതിയിൽ എടുത്തിട്ടാണ് കിട്ടിയത് നമുക്ക് അല്ലേ. സോ അത് ഏതെങ്കിലും ഒരു എക്സിന് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? അവിടെ നിന്ന് എക്സ് ഈക്വൽ ടു ആരാന്ന് കിട്ടി? സമ്മേഷൻ ഐ ഗ്രേറ്റർ ഈക്വൽ ടു 1 ഇന്നപ്പോഴത്തെ എക്സ് ഇ ഐ എന്നുള്ള രൂപത്തിൽ കിട്ടി അല്ലേ. അത് തന്നെ ഒരു ഡെൻസ് സബ്സെറ്റിന് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓട്ടോമാറ്റിക്കലി ഡെൻസ് സബ്സെറ്റിന് റെസ്പോണ്ടിങ് ആണെങ്കിൽ ദ ഇ ഐ ഗ്രേറ്റർ ഈക്വൽ ടു 1 ഇസ് എന്താണെന്ന് പറയാം? കംപ്ലീറ്റ് സിസ്റ്റമാണെന്ന് പറയാം ബൈ തിയറം പ്രകാരം. ഇനി കംപ്ലീറ്റ് സിസ്റ്റം ആയാൽ എന്ത് പറയാൻ പറ്റും? അത് ബേസിസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത തിയറം എന്താ? തിയറം 2.1.14 എനി ടു സെപ്പറബിൾ ഇൻഫൈനൈറ്റ് ഡയമെൻഷൻ ഹിൽബർട്ട് സ്പേസ് h1 and h2 ആർ ഐസോമെട്രിക്കലി ഈക്വാലൻ്റ്. ഓക്കെ, സോ ഐസോമെട്രിക്കലി ഈക്വാലൻ്റ് എന്താണെന്ന് അറിയണം. അതാണ് അതിൻ്റെ അടുത്തൊരു വാക്ക് പറയുന്നത്. ദർ എക്സിസ്റ്റ് രണ്ട് h1 and h2 എന്ന് പറഞ്ഞാൽ വെക്ടർ സ്പേസുകൾ ഐസോമെട്രിക്കലി ഈക്വാലൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ദർ എക്സിസ്റ്റ് ലീനിയർ ഐസോമോർഫിസം ഓൺ ടു t ഫ്രം h1 to h2 such that norm tx equal to norm x എന്ന് വെച്ചാൽ നോം പ്രിസർവ് ചെയ്യുന്ന രീതിയിൽ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വേണം. ദാറ്റ് മീൻസ് tx ty with respect to h2 equal to ഇന്നപ്പോഴത്തെ xy with respect to h1 for every x and y in h1. സോ നമുക്ക് മെയിൻലി വേണ്ടത് നമുക്ക് എന്ത് വേണം? h1 നിന്ന് h2ലോട്ട് എന്തുണ്ടാക്കണം? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കണം. ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഈ നോം എന്തായിരിക്കണം? ഇന്നപ്പോഴത്തെ എടുക്കുന്നത് സെയിം ആയിട്ട് വരണം. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇനഫ് ടു ബിൽഡ് സച്ച് എ ടി ഫോർ എ ഗിവൺ h in place of h1 and L2 in place of h2. സോ പ്രൂഫ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. പ്രത്യേക രീതിയിൽ മാപ്പ് ഡിഫൈൻ ചെയ്യണു, കാര്യങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളതേ ഉള്ളൂ.